ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസം മുന്നേ നമ്മൾ ആലം സ്റ്റോണിനെ പറ്റി ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇതെങ്ങനെയാണ് എവിടുന്ന് വാങ്ങാൻ കിട്ടുക അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്തു. അതിൽ കുറച്ചാൾ വാങ്ങി ഉപയോഗിച്ചിട്ട് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെപ്പറ്റി കുറേ ആൾക്കാർക്ക് അറിയില്ല എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ആലം സ്റ്റോണ്. ഇത് അടുത്തുനിന്ന് നോക്കാം. ഈ ഒറ്റ കല്ലിന് നിരവധി ഗുണങ്ങളുണ്ട്. നമുക്ക് പല രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയോണ്ട് കുറച്ച് റഫായിട്ട് ഉണ്ട്. ഇത് ആമസോണിൽ ഫ്ലിപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ചതുരായിട്ട് തന്നെ കിട്ടും. അത് വേണമെന്നില്ല, ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കാം. ഈ കല്ല് പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്നാൽ ഇതിനൊരു ദോഷമൊന്നുമില്ല. ഒരു 20 രൂപയും കൊടുത്ത് നമ്മൾ ഈ ചെറിയ കല്ല് വാങ്ങി നമുക്ക് ഇത് എന്തായാലും ഒരു 4-5 മാസം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഒരു 2-3 മാസം ആകാനായി. അപ്പോൾ നമുക്ക് ആലം സ്റ്റോൺ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഒന്നാമതാണ് ആഫ്റ്റർ ഷേവ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ അച്ചാച്ചന്മാരെല്ലാം ഇത് ഷേവ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഫേസിലെല്ലാം ഇങ്ങനെ ഉരക്കുന്നത് കാണാം. എന്ന് വെച്ചാൽ ഷേവ് ചെയ്തതിന് ശേഷമുള്ള ഒരു ചൊറിച്ചൽ, പിന്നെ ചിലർക്ക് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കുരുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാൻ ഇത് ബെസ്റ്റാണ്. നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം ഈ ആലം സ്റ്റോൺ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചൊറിച്ചിലും കുരുക്കളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ കിണറിലെ വെള്ളം, ചില സ്ഥലത്തെ കിണറിലെ വെള്ളമൊക്കെ നല്ല കലങ്ങിയിട്ടാണ് ഉണ്ടാവുക. അത് മാറ്റാൻ ഇത് സഹായിക്കുന്നു. ഇപ്പോൾ ഞാനിത് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ പോയപ്പോൾ ഓരോരോട് ചോദിച്ചാൽ കിണറ്റിലിടാനാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ കിണറ്റിലെ കലക്ക് വെള്ളമൊക്കെ മാറാൻ ഇത് ആലം സ്റ്റോൺ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പല്ല് വേദനയ്ക്കും ആലം സ്റ്റോൺ യൂസ് ചെയ്യുന്നു. നമ്മൾ സാധാ ഉപ്പ് വെള്ളം കവളുമ്പോൾ തന്നെ ആലം പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് കവളിയാൽ പല്ല് വേദനയ്ക്ക് ബെസ്റ്റാണ്. കൂടാതെ മൗത്ത് വാഷ് ചെയ്യാനും ആലം സ്റ്റോൺ യൂസ് ചെയ്യുന്നു. ഷോർട്സിൽ പറഞ്ഞതുപോലെ ആലം സ്റ്റോൺ വിയർപ്പിൻ്റെ സ്മെല്ലില്ലാതാക്കാൻ സഹായിക്കുന്നു. കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലം സ്റ്റോൺ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അണ്ടർ ആംസിലൊക്കെ ഡിപ്പ് ചെയ്താൽ പിന്നെ വിയർപ്പിൻ്റെ സ്മെല്ല് 24 ഹവേഴ്സിനേക്ക് ഉണ്ടാവില്ല. ഷേവ് ചെയ്യുന്നത് കൊണ്ട് പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അത് കുറയ്ക്കാൻ ഈ ആലം സ്റ്റോൺ സഹായിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പൊടിച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്കൊരു സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മുഖക്കുരു, ആക്നെ മാർക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റാൻ ഇത് ബെസ്റ്റാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കിൽ ഇത് കുറച്ച് പൊടിച്ച് ചേർത്താൽ മതി. ഫേസിലെ ആക്നെ മാർക്സ് ഒക്കെ മാറാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കൂടാതെ ആലം നമ്മുടെ പോർസിനെ ടൈറ്റൻ ചെയ്യാൻ കൂടി വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇത് ടൂത്ത് വൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര യൂസാണ് നമുക്ക് ആലം കൊണ്ടുള്ളത്. കൂടാതെ നമുക്ക് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ആലത്തിൻ്റെ പൊടി കൂടി ഇട്ട് നമ്മുടെ തല കഴുകിയാലും ബെസ്റ്റാണ്. അപ്പോൾ ഈ ആലം സ്റ്റോണിനെ പറ്റി കൂടുതൽ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് യൂസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.